എല്ലാവർക്കും VHSC ഡ്രാഫ്റ്റ്സ്മാൻ കോഴ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സിതാര. കൊല്ലം ഐറ്റിൽ വേലായുധ വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ DTN കോഴ്സിലെ വൊക്കേഷണൽ ടീച്ചറാണ്. ഫസ്റ്റ് ഇയർ DTN കോഴ്സിന്റെ 5ാം വോള്യത്തിൽ ഉൾപ്പെടുന്ന പാഠഭാഗങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതിൽ 3 സെക്ഷൻസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ് ആണ്. നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ച് ബിൽഡിങ്ങിനെ പലതായി തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഒന്നാമത്തെ സെക്ഷനിൽ വരുന്നത്. രണ്ടാമത്തെ സെക്ഷൻ കമ്പോണന്റ് പാർട്സ് ഓഫ് എ ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചും അതുപോലെ മറ്റു ഡീറ്റെയിൽസുമാണ് ഈ സെക്ഷനിൽ വരുന്നത്. മൂന്നാമത്തെ സെക്ഷൻ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ഡ്രോയിങ് ആണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഇതാണ് മൂന്നാമത്തെ സെക്ഷനിൽ വരുന്നത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഏതൊരു സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ എടുത്താലും അതിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്ക്സ് മുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറൽ വർക്ക്സിന്റെ അത്ഭുതം തന്നെയാണ് കാണാൻ സാധിക്കുക. ലോക പ്രശസ്തമായ പല സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് ലൈക്ക് താജ്മഹൽ, ഈഫൽ ടവർ, ഹൂവർ ഡാം, ലീനിങ് ടവർ ഓഫ് പിസ, ബുർജ് ഖലീഫ, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, ഇവയെല്ലാം തന്നെ സിവിൽ എഞ്ചിനീയേഴ്സിന്റെ അത്യധ്വാനത്തിന്റെയും വൈദഗ്ധ്യത്തിന്റെയും അടയാളം തന്നെയാണ്. സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സിൽ ഉൾപ്പെടുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ്, ബ്രിഡ്ജസ്, ടണൽസ്, റെയിൽവേസ്, ഡാംസ്, കനാൽസ്, എയർപോർട്ട്സ്, ഹാർബേഴ്സ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, വാട്ടർ സപ്ലൈ നെറ്റ്വർക്ക്സ്, ഡ്രെയിനേജ് നെറ്റ്വർക്ക്സ് എന്നിവയാണ്. ഇത്തരത്തിലുള്ള ഏത് കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നതിന് മുൻപും കൃത്യമായ അളവുകളോട് കൂടിയ ഡീറ്റെയിൽഡ് ആയ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഒരു എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുകയാണ് സിവിൽ ഡ്രാഫ്റ്റ്സ്മാന്റെ പ്രധാന ജോലി. ഒരു കൺസ്ട്രക്ഷൻ വർക്കിന്റെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആ കൺസ്ട്രക്ഷൻ വർക്കിന്റെ ഡീറ്റെയിൽസും ഒരു ഡ്രാഫ്റ്റ്സ്മാൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഉദാഹരണമായി, ഒരു കെട്ടിടത്തിന്റെ ഡ്രോയിങ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ വിവിധ തരത്തിലുള്ള കെട്ടിടങ്ങളെക്കുറിച്ചും ഒരു കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും ബിൽഡിംഗ് സർവീസസിനെ കുറിച്ചും വ്യക്തമായി ഒരു ഡ്രാഫ്റ്റ്സ്മാൻ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ പാഠഭാഗത്തിൽ ഈ ടോപ്പിക്സ് ആണ് വിശദീകരിക്കുന്നത്. ഒരു കെട്ടിടം ഏത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ ബേസ് ചെയ്ത് കെട്ടിടത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ചാണ് ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തേത് റെസിഡൻഷ്യൽ ബിൽഡിംഗ്, രണ്ടാമത്തേത് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്, മൂന്നാമത്തേത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്, 4 അസംബ്ലി ബിൽഡിംഗ്, 5 ബിസിനസ് ബിൽഡിംഗ്, 6 മെർക്കൻഡൈൽ ബിൽഡിംഗ്, 7 ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, 8 സ്റ്റോറേജ് ബിൽഡിംഗ്, 9 ഹസാർഡസ് ബിൽഡിംഗ്. ആദ്യത്തേത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. Those buildings in which sleeping accommodation is provided for normal residential purposes with or without cooking or dining facilities. റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഉറങ്ങുവാനുള്ള സൗകര്യവും അതുപോലെ പാചകത്തിനും കഴിക്കുവാനുള്ള സൗകര്യവുമുള്ള കെട്ടിടമാണ്. ഉറങ്ങുവാനുള്ള സൗകര്യം മാത്രമുള്ള കെട്ടിടവും റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ വരുന്നതാണ്. എക്സാമ്പിൾ: പ്രൈവറ്റ് ഡ്വെല്ലിംഗ്, ലോഡ്ജസ്, ഡോർമിറ്ററീസ്, അപ്പാർട്ട്മെന്റ് ഹൗസസ്, ഹോട്ടൽസ്. രണ്ടാമത്തത് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആണ്. Buildings used for school, college or other training institution that involve assembly during the days for instruction, education or recreation. പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് എഡ്യൂക്കേഷണൽ ബിൽഡിംഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സാമ്പിൾ: സ്കൂൾസ് ആൻഡ് കോളേജസ്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്സ്. Building that is used for medical or other treatment or care of persons suffering from mental illness, care of infants, aged persons, etc. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ ചികിത്സിക്കുന്ന കെട്ടിടങ്ങൾ, മറ്റു രോഗങ്ങളുള്ളവരെ ചികിത്സിക്കുന്ന കെട്ടിടങ്ങൾ, അതുപോലെ വൃദ്ധരെ താമസിപ്പിക്കുന്ന കെട്ടിടങ്ങൾ, അനാഥരെ പാർപ്പിക്കുന്ന കെട്ടിടങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡേ കെയർ സെന്റേഴ്സ്, ഇവയൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാലാമത്തത് ബിസിനസ് ബിൽഡിംഗ് ആണ്. Used for transaction of business, for keeping of accounts and records. The building used for professional establishment, service facilities, etc. also come under business building. ബിസിനസ് ഇടപാടുകൾ നടത്തുവാനും അവയുടെ അക്കൗണ്ട്സും റെക്കോർഡ്സും സൂക്ഷിക്കുന്ന ബിൽഡിംഗ് ആണ് ബിസിനസ് ബിൽഡിംഗ്. അതുപോലെ പ്രൊഫഷണൽ സ്ഥാപനം, ഏതെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി, ഇവയെല്ലാം ബിസിനസ് ബിൽഡിംഗിൽ ഉൾപ്പെടുന്നു. എക്സാമ്പിൾ: ഓഫീസസ്, ബാങ്ക്,
പോലീസ് സ്റ്റേഷൻ, ലബോറട്ടറീസ്, ടെലിഫോൺ എക്സ്ചേഞ്ച്. അടുത്തത് അസംബ്ലി ബിൽഡിംഗ് ആണ്. ദീസ് ഷാൽ ഇൻക്ലൂഡ് ബിൽഡിംഗ്സ് where groups of not less than 40 people gather for amusement, recreation, social, religious and for similar purposes. വിനോദത്തിനു വേണ്ടിയും മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെയുള്ള മറ്റു ചടങ്ങുകൾക്ക് വേണ്ടിയും 40 പേരിൽ കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന കെട്ടിടത്തിനെയാണ് അസംബ്ലി ബിൽഡിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: തിയേറ്റർ, ഓഡിറ്റോറിയം, ഷോപ്പിംഗ് മാൾസ്, ടെമ്പിൾ, ചർച്ച്, മോസ്ക്. അടുത്തത് മെർക്കൻഡൈൽ ബിൽഡിംഗ് ആണ്. ദിസ് ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് എനി ബിൽഡിംഗ് ദാറ്റ് ഇസ് യൂസ്ഡ് ആസ് ഷോപ്പ്, സ്റ്റോർ, മാർക്കറ്റ് എക്സെട്ര ഫോർ ഡിസ്പ്ലേ, സെയിൽ ഓഫ് ഗുഡ്സ് ഐദർ ഹോൾസെയിൽ ഓർ റീറ്റെയിൽ. ഹോൾസെയിലായോ റീറ്റെയിലായോ നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റ്സ് എന്നിവയാണ് മെർക്കൻഡൈൽ ബിൽഡിംഗിൽ ഉൾപ്പെടുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷോപ്സ്, സ്റ്റോഴ്സ്, സൂപ്പർ മാർക്കറ്റ്സ്. അടുത്തത് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ്സ് വിച്ച് ഡീൽസ് വിത്ത് പ്രോഡക്ട്സ് ഓഫ് മെറ്റീരിയൽസ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഫാബ്രിക്കേഷൻ, അസംബ്ലി, മാനുഫാക്ചറിംഗ് ഓർ പ്രോസസ്സിംഗ്. പലതരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങൾ, മെഷീൻ പാർട്സ് കൂട്ടിയോജിപ്പിക്കുന്ന കെട്ടിടങ്ങൾ, അതുപോലെ മെഷീൻ പാർട്സ് ഉണ്ടാക്കുന്ന കെട്ടിടങ്ങൾ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗിൽ ഉൾപ്പെടുന്നതാണ്. എക്സാമ്പിൾ: ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ്, ഡ്രൈ ക്ലീനിങ് യൂണിറ്റ്സ്, പവർ പ്ലാന്റ്സ്, ലോണ്ടറീസ്, റിഫൈനറീസ്, ഡയറീസ്, സോമിൽസ് എക്സെട്ര. അടുത്തത് സ്റ്റോറേജ് ബിൽഡിംഗ് ആണ്. ദീസ് ബിൽഡിംഗ്സ് ആർ യൂസ്ഡ് ഫോർ ദി സ്റ്റോറേജ് ഓഫ് ഗുഡ്സ്, വെഹിക്കിൾസ് ഓർ ആനിമൽസ്. നിത്യോപയോഗ സാധനങ്ങൾ, വാഹനങ്ങൾ, മൃഗങ്ങൾ ഇവയൊക്കെ സൂക്ഷിക്കുന്ന ബിൽഡിംഗ് ആണ് സ്റ്റോറേജ് ബിൽഡിംഗ്. എക്സാമ്പിൾ: വെയർ ഹൗസസ്, കോൾഡ് സ്റ്റോറേജ്, ട്രക്ക് ആൻഡ് മെറൈൻ ടെർമിനൽസ്, ഗാരേജസ്, ബാൺസ്, സ്റ്റേബിൾസ്. അടുത്തത് ഹസാർഡസ് ബിൽഡിംഗ് ആണ്. ദീസ് ബിൽഡിംഗ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറേജ്, ഹാൻഡ്ലിംഗ്, മാനുഫാക്ചറിംഗ് ഓർ പ്രോസസ്സിംഗ് ഓഫ് ഹൈലി കമ്പസ്റ്റബിൾ ഓർ എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ്. പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ, വിഷവാതകങ്ങൾ എന്നിവ ഉണ്ടാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ബിൽഡിംഗ് ആണ് ഹസാർഡസ് ബിൽഡിംഗ്. എക്സാമ്പിൾ: ബിൽഡിംഗ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്സ്പ്ലോസീവ് മെറ്റീരിയൽ, കമ്പസ്റ്റബിൾ മെറ്റീരിയൽ, ടോക്സിക് ആൽക്കലി ആസിഡ്സ്, പോയ്സണസ് ഗ്യാസസ്. കമ്പോണന്റ് പാർട്സ് ഓഫ് എ ബിൽഡിംഗ്. ഒരു കെട്ടിടത്തെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് സബ്സ്ട്രക്ചർ അഥവാ ഫൗണ്ടേഷൻ, രണ്ട് സൂപ്പർ സ്ട്രക്ചർ. ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള കെട്ടിടത്തിന്റെ ഭാഗത്തിനെയാണ് സബ്സ്ട്രക്ചർ അഥവാ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള കെട്ടിടത്തിന്റെ ഭാഗത്തിനെ സൂപ്പർ സ്ട്രക്ചർ എന്നും പറയുന്നു. ഒരു കെട്ടിടത്തിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗമാണ് ഫൗണ്ടേഷൻ. കെട്ടിടത്തിന്റെ ഭാരത്തെ ഭൂമിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നതാണ് ഫൗണ്ടേഷന്റെ ധർമ്മം. ഫൗണ്ടേഷന്റെ ആഴം അനുസരിച്ച് അതിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഷാലോ ഫൗണ്ടേഷൻ, രണ്ട് ഡീപ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷന്റെ ആഴം 2 മീറ്ററിൽ താഴെയാണെങ്കിൽ അതിനെ ഷാലോ ഫൗണ്ടേഷൻ എന്നും, ഫൗണ്ടേഷന്റെ ആഴം 2 മീറ്ററിൽ കൂടുതലാണെങ്കിൽ അതിനെ ഡീപ് ഫൗണ്ടേഷൻ എന്നും പറയുന്നു. ഭാരം കുറഞ്ഞ സ്ട്രക്ചേഴ്സിനാണ് ഷാലോ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ഓഫ് ഷാലോ ഫൗണ്ടേഷൻ സ്റ്റെപ്ഡ് ഫൗണ്ടേഷനും റാഫ്റ്റ് ഫൗണ്ടേഷനും. സൂപ്പർ സ്ട്രക്ചറിന്റെ ലോഡ് ഹെവി ആകുമ്പോഴാണ് ഡീപ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. ഡീപ് ഫൗണ്ടേഷൻ ഒരു എക്സാമ്പിൾ ആണ് പൈൽ ഫൗണ്ടേഷൻ. സോയിൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഏത് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ എന്ന് നിശ്ചയിക്കുന്നത്. അടുത്ത ഭാഗം പ്ലിന്ത് ആണ്. ഒരു കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ലെവലിനും ഫ്ലോർ ലെവലിനും ഇടയിലുള്ള ഭാഗമാണ് പ്ലിന്ത്. സാധാരണയായി പ്ലിന്തിന്റെ ഹൈറ്റ് റോഡ് ലെവലിൽ നിന്നും 300 മില്ലിമീറ്റർ തൊട്ട് 450 മില്ലിമീറ്റർ വരെയാകാം. ഫ്ലോർ ലെവലിനെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പൊക്കി നിർത്തുകയും ഈർപ്പരഹിതവുമായി നിലനിർത്തുന്നതുമാണ് പ്ലിന്തിന്റെ ഫംഗ്ഷൻ. മഴക്കാലത്ത് മഴവെള്ളം വീടിനുള്ളിൽ കയറുന്നത് തടയുന്നു. പ്ലിന്ത് റീറ്റെയിനിങ് വാളായി ഫംഗ്ഷൻ ചെയ്യുന്നു. ഫൗണ്ടേഷൻ ലെവൽ തൊട്ട് പ്ലിന്ത് ലെവൽ വരെ ഫില്ല് ചെയ്തിരിക്കുന്ന മണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നു. അടുത്തത് ഡാംപ് പ്രൂഫ് കോഴ്സ് ആണ്. ഡാംപ് പ്രൂഫ് കോഴ്സ് ഈസ് എ ബാരിയർ യൂസ്ഡ് ടു പ്രിവെന്റ് ദ മോയ്സ്ചർ റൈസിംഗ് ത്രൂ ദി സ്ട്രക്ചർ ഫ്രം ദി ഫൗണ്ടേഷൻ. ഈർപ്പം ഫൗണ്ടേഷനിൽ നിന്ന് മുകളിലുള്ള സ്ട്രക്ചറിലേക്ക് കയറുന്നത് തടയുന്ന ഒരു പാളിയാണ് ഡാംപ് പ്രൂഫ് കോഴ്സ്.
സാധാരണയായി DPC കൺസ്ട്രക്ട് ചെയ്യുന്നത് പ്ലിന്ത് വാളിന്റെ ടോപ്പിലാണ്. അടുത്ത ഭാഗം മേസൺറി വാൾ ആണ്. The function of masonry wall is to enclose and separate the space of a building. മേസൺറി വാൾ അഥവാ ചുവരുകൾ ഒരു കെട്ടിടത്തിന്റെ ഏരിയയെ എൻക്ലോസ് ചെയ്യുകയും അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളായി, ഉദാഹരണമായിട്ട് ഡൈനിങ് റൂം, ഡ്രോയിങ് റൂം, കിച്ചൺ, അങ്ങനെ വിവിധ റൂമുകളായിട്ട് വിഭജിക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥ മാറ്റം അനുസരിച്ച് മുറികൾക്കുള്ളിലെ താപനില നിയന്ത്രിക്കുന്നത് ഭിത്തിയാണ്. ഉദാഹരണമായി തണുപ്പ് കാലത്ത് മുറികൾക്കുള്ളിൽ ചൂടായും ചൂട് സമയത്ത് മുറികൾക്കുള്ളിൽ തണുപ്പായും ഭിത്തി ക്രമീകരിക്കുന്നു. മേസൺറി വാൾ ലോഡ് ബെയറിംഗ് ആയിട്ടോ നോൺ ലോഡ് ബെയറിംഗ് ആയിട്ടോ നിർമ്മിക്കാം. ഭിത്തി ലോഡ് ബെയറിംഗ് ആകുമ്പോൾ മുകളിലുള്ള റൂഫ് സ്ലാബിന്റെ ഭാരം ഭിത്തിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഭിത്തി നോൺ ലോഡ് ബെയറിംഗ് ആകുമ്പോൾ മുകളിലുള്ള റൂഫ് സ്ലാബിന്റെ ഭാരം കോളത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അന്നേരം ഭിത്തി ഭാരം താങ്ങുന്നില്ല. ഫ്ലോർ ആണ് അടുത്ത ഭാഗം. The function of floor is to support the occupants and furniture inside the building. It also divides the building into different stories. കെട്ടിടത്തിനുള്ളിൽ താമസിക്കുന്നവരെയും ഫർണിച്ചറിനെയും താങ്ങി നിർത്തുകയും കെട്ടിടത്തിനെ വിവിധ നിലകളിലായി ഡിവൈഡ് ചെയ്യുകയും ആണ് ഫ്ലോറിന്റെ ഫംഗ്ഷൻ. അടുത്ത ഭാഗം ഡോർ ആണ്. ഭിത്തിയിൽ വരുന്ന ഓപ്പണിംഗ് ആണ് ഡോർ. ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കടക്കുവാനും അതുപോലെ ഉള്ളിലുള്ള മറ്റു മുറികളിലേക്ക് കടക്കുന്നതിനും വേണ്ടി ഡോർ ഉപയോഗിക്കുന്നു. അതുകൂടാതെ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു മുറിയിൽ ഡോറുകളുടെ എണ്ണം മിനിമം ആയിരിക്കണം. മുറിയുടെ മൂലയിൽ ആയിരിക്കണം ഡോറിന്റെ സ്ഥാനം. ഒരു മുറിയിൽ 2 റൂം ഉണ്ടെങ്കിൽ അവ എതിർവശത്തുള്ള ഭിത്തിയിൽ നേർക്കുനേർ ആയിരിക്കണം സ്ഥിതി ചെയ്യേണ്ടത്. നല്ല വെന്റിലേഷൻ ലഭിക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്ത ഭാഗം വിൻഡോ ആണ്. The windows are also opening in a wall. The function of window is to give vision, daylight and air circulation. ഭിത്തിയിലുള്ള ഓപ്പണിംഗ് ആണ് വിൻഡോ. കെട്ടിടത്തിന് പുറത്തുള്ള കാഴ്ചകൾക്ക് വേണ്ടിയും വെളിച്ചത്തിന് വേണ്ടിയും വെന്റിലേഷനും വേണ്ടിയും വിൻഡോ ഉപയോഗിക്കുന്നു. അടുത്തത് ലിൻഡൽ ആണ്. Lintel is placed above the openings of doors and windows. It is usually made of reinforced cement concrete. ഡോറിന്റെയും വിൻഡോയുടെയും ഓപ്പണിങ്ങിന് മുകളിലാണ് ലിൻഡലിന്റെ സ്ഥാനം. ലിൻഡൽ സാധാരണയായി നിർമ്മിക്കുന്നത് റീൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് ഉപയോഗിച്ചാണ്. ഇറ്റ് transfers the weight of the superstructure above the opening vertically to the masonry wall. ഓപ്പണിങ്സിന് മുകളിലുള്ള സൂപ്പർ സ്ട്രക്ചറിന്റെ വെയിറ്റ് ഭിത്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നതാണ് ലിൻഡലിന്റെ ഫംഗ്ഷൻ. കെട്ടിടത്തിന്റെ അടുത്ത ഭാഗം കോളമാണ്. Columns are vertical load-bearing member of a building. It is basically made of reinforced cement concrete. ഒരു കെട്ടിടത്തിൽ ലംബമായി സ്ഥിതി ചെയ്യുന്ന ഭാരം താങ്ങുന്ന ഒരു സ്ട്രക്ചറൽ മെമ്പറാണ് കോളം. സാധാരണയായി കോളം നിർമ്മിക്കുന്നത് റീൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് ഉപയോഗിച്ചാണ്. The function of column is to transfer load of the structure vertically downwards to the foundation. Column may also be used as a decorative element. കെട്ടിടത്തിന്റെ ഭാരത്തെ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് കോളത്തിന്റെ ഫംഗ്ഷൻ. കെട്ടിടത്തിന്റെ മുകൾ നിലയിലുള്ള ഭിത്തിയെയും അല്ലെങ്കിൽ കോളത്തിനെയും താങ്ങി നിർത്തുന്നത് ബീമോ ആർച്ചോ ആയിരിക്കും. ഈ ബീമിന്റെയും അല്ലെങ്കിൽ ആർച്ചിന്റെയും ഭാരം താങ്ങുന്നത് കോളമാണ്. കോളം അലങ്കാരത്തിന് വേണ്ടി മാത്രവും ഉപയോഗിക്കാം. ബിൽഡിങ്ങിന്റെ അടുത്ത പാർട്ട് ബീമാണ്. ഒരു കെട്ടിടത്തിൽ തിരശ്ചീനമായി സ്ഥിതി ചെയ്യുന്ന ഭാരം താങ്ങുന്ന ഒരു സ്ട്രക്ചറൽ മെമ്പറാണ് ബീം. റൂഫ് സ്ലാബിന്റെയും അതിന് മുകളിൽ വരുന്ന കോളത്തിന്റെയും ഭാരം താങ്ങുന്നത് ബീമാണ്. കോളവും ബീമും RCC ഫ്രെയിംഡ് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. ബഹുനില കെട്ടിടങ്ങൾക്കാണ് RCC ഫ്രെയിംഡ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. RCC ഫ്രെയിംഡ് സ്ട്രക്ചറിൽ എല്ലാ നിലകളിലെയും കോളവും ബീമും ആദ്യം പണിയും. പിന്നീടാണ് മേസൺറി വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇവിടെ ഭിത്തി ഭാരം താങ്ങുന്നവയല്ല. അടുത്ത ബിൽഡിംഗ് എലമെന്റ് vertical transportation structure ആണ്. Vertical transportation structures are used to give access to various floors of a building. ഒരു കെട്ടിടത്തിന്റെ ഒരു നിലയിൽ നിന്നും മറ്റൊരു നിലയിലേക്ക് പോകുവാൻ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ സ്ട്രക്ചർ ഉപയോഗിക്കുന്നു. വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് സ്റ്റെയർ, ലിഫ്റ്റ്, എസ്കലേറ്റർ തുടങ്ങിയവയാണ്. സ്റ്റെയറും
ലിഫ്റ്റും സാധാരണ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലും ഫ്ലാറ്റിലും ഉപയോഗിക്കുന്നു. എസ്കലേറ്റർ ഷോപ്പിംഗ് മാൾസിലും എയർപോർട്ട്സിലുമൊക്കെ ഉപയോഗിക്കുന്നു. അടുത്ത ബിൽഡിംഗ് എലമെന്റ് റൂഫ് ആണ്. റൂഫ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് കവറിംഗ് ഓഫ് എ ബിൽഡിംഗ് ദാറ്റ് ഗിവ്സ് പ്രൊട്ടക്ഷൻ ഫ്രം റെയിൻ, സൺലൈറ്റ്, വിൻഡ്, സ്നോ എക്സെട്ര. കെട്ടിടത്തിന്റെ മുകളിലുള്ള കവറിംഗ് ആണ് റൂഫ്. മഴയിൽ നിന്നും, വെയിലിൽ നിന്നും, മഞ്ഞിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ഫ്ലാറ്റ് റൂഫ്, സ്ലോപ്ഡ് റൂഫ്, കർവ്ഡ് റൂഫ് ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അടുത്തത് കോർബൽ ആണ്. എ കോർബൽ ഈസ് എ പ്രൊജക്ടിംഗ് സ്റ്റോൺ വിച്ച് ഇസ് യൂഷ്വലി പ്രൊവൈഡഡ് ടു സെർവ് എ സപ്പോർട്ട് ഫോർ ജോയിസ്റ്റ്, വാൾ പ്ലേറ്റ്സ്, ട്രസ്, വെതർഷെഡ് എക്സെട്ര. ഇറ്റ് ഈസ് ജനറലി മോൾഡഡ് ആൻഡ് ഗിവൺ ഓർണമെന്റൽ ട്രീറ്റ്മെന്റ്. ഭിത്തിയിൽ നിന്നും പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന സപ്പോർട്ടിംഗ് എലമെന്റിനെയാണ് കോർബൽ എന്ന് പറയുന്നത്. കോർബലുകൾ നിർമ്മിക്കുന്നത് സാധാരണയായി കല്ലുകൊണ്ടോ തടി കൊണ്ടോ മെറ്റൽ കൊണ്ടോ ആണ്. ക്രോസ് സെക്ഷന്റെ സൈസ് കുറഞ്ഞ ബീമാണ് ജോയിസ്റ്റ്. വാൾ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ടിംബർ റൂഫ് ട്രസ്സിൽ ഉപയോഗിക്കുന്ന തിരശ്ചീനമായി നിലനിൽക്കുന്ന സ്ട്രക്ചറൽ ലോഡ് ബെയറിംഗ് മെമ്പർ ആണ്. നല്ല ഭംഗിയുള്ള രൂപത്തിലാണ് കോർബൽ വാർത്തെടുക്കുന്നത്. അടുത്തത് പാരപ്പറ്റ് വാൾ. It is a low wall constructed around the terrace in case of buildings with flat roofs. It serves as a guardrail. The minimum height of parapet wall is 30 inches. The parapet wall can be constructed with bricks, aluminium, steel or glass. ടെറസിന് ചുറ്റും കൺസ്ട്രക്ട് ചെയ്യുന്ന ഹൈറ്റ് കുറഞ്ഞ ഭിത്തിയാണ് പാരപ്പറ്റ് വാൾ. റൂഫ് ടോപ്പിൽ നിൽക്കുന്നവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പാരപ്പറ്റ് വാൾ നിർമ്മിക്കുന്നത്. പാരപ്പറ്റ് വാളിന്റെ മിനിമം ഹൈറ്റ് 30 ഇഞ്ചസ് ആണ്. ചുടുകട്ട, അലൂമിനിയം, സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടോ പാരപ്പറ്റ് വാൾ നിർമ്മിക്കാം. അടുത്തത് കോപ്പിംഗ്. ഇറ്റ് ഈസ് എ കവറിംഗ് ഓഫ് സ്റ്റോൺ, കോൺക്രീറ്റ്, ബ്രിക്ക് പ്ലേസ്ഡ് ഓൺ ദി എക്സ്പോസ്ഡ് ടോപ്പ് ഓഫ് വാൾ ടു പ്രിവെന്റ് സീപ്പേജ് ഓഫ് വാട്ടർ. ഇറ്റ് മേ ഓൾസോ ബി പ്രൊവൈഡഡ് ഓൺ ടോപ്പ് ഓഫ് കോമ്പൗണ്ട് വാൾ. ഭിത്തിയുടെ ഏറ്റവും മുകളിൽ മഴവെള്ളത്തിൽ നിന്നുമുള്ള സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്ന ലെയറാണ് കോപ്പിംഗ്. കല്ലുകൊണ്ടോ കോൺക്രീറ്റ് കൊണ്ടോ ബ്രിക്ക് കൊണ്ടോ കോപ്പിംഗ് നിർമ്മിക്കാം. ഒരു പ്ലോട്ടിന്റെ ചുറ്റുമതിലിന് മുകളിലും കോപ്പിംഗ് കൊടുക്കാം. അടുത്തത് സൺഷെയ്ഡ് ആണ്. സൺഷെയ്ഡ് ഇസ് ദി പ്രൊജക്ഷൻ ഗിവൺ ഔട്ട്സൈഡ് ദ വാൾ ടു പ്രൊട്ടക്ട് ഡോർസ് ആൻഡ് വിൻഡോസ് ഫ്രം റെയിൻ ആൻഡ് സൺലൈറ്റ്. ഭിത്തിക്ക് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗമാണ് സൺഷെയ്ഡ്. സൺഷെയ്ഡ് ഡോഴ്സിനും വിൻഡോസിനെയും മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ഇതുവരെ ഒരു ബിൽഡിങ്ങിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ചാണ് വിശദീകരിച്ചത്. ഇനി ബിൽഡിങ്ങിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട എലമെന്റായ ബിൽഡിംഗ് സർവീസസിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. മേജർ ബിൽഡിംഗ് സർവീസസ് ആർ water supply, sanitation, drainage works, electric supply works, construction of cupboards and showcases. Water supply is one of the major building services. For getting water in different locations of building, we have to provide water supply line to all the required locations. For getting continuous water supply, we have to store water in an overhead tank placed at the top of the building. ഒരു കെട്ടിടത്തിന്റെ കിച്ചൺ, സിങ്ക്, ബാത്റൂം, വാട്ടർ ക്ലോസറ്റ്, ഗാർഡൻ ടാപ്പ് തുടങ്ങിയ എല്ലാ ലൊക്കേഷൻസിലും വെള്ളം ലഭിക്കുവാൻ പ്ലംബിംഗ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. കെട്ടിടത്തിന്റെ എല്ലാ ഭാഗത്തും തുടർച്ചയായി വെള്ളം ലഭിക്കുന്നതിന് കെട്ടിടത്തിന്റെ റൂഫ് ടോപ്പിൽ ഒരു സ്റ്റോറേജ് ടാങ്ക് ഉപയോഗിച്ച് വെള്ളം സ്റ്റോർ ചെയ്യുന്നു. For draining rainwater from roof, downtake pipes of at least 100 mm diameter is to be used. Proper slopes should be given from roof towards downtake pipes. മേൽക്കൂരയിൽ നിന്നും മഴവെള്ളം ഒഴുക്കി കളയുവാനുള്ള ഡൗൺടേക്ക് പൈപ്പിന്റെ മിനിമം ഡയമീറ്റർ 100 mm ആയിരിക്കണം. മഴവെള്ളം ഒഴുകി ഡൗൺടേക്ക് പൈപ്പിൽ എത്തുവാൻ വേണ്ടി മേൽക്കൂരയ്ക്ക് ആവശ്യത്തിന് സ്ലോപ്പ് കൊടുക്കണം. The downtake pipes should be fixed at 10 to 15 mm below the roof surface so that rainwater is directed to downtake pipe easily. മഴവെള്ളം സുഗമമായി ഡൗൺടേക്ക് പൈപ്പിലേക്ക് ഒഴുകുന്നതിന് വേണ്ടി മേൽക്കൂരയിൽ നിന്നും 10 mm തൊട്ട് 15 mm വരെ താഴ്ചയിലാണ് ഡൗൺടേക്ക് പൈപ്പ് ഫിക്സ് ചെയ്യേണ്ടത്. The sanitary fittings are to be connected to stoneware pipes with suitable traps. സാനിറ്ററി ഫിറ്റിംഗ് സ്റ്റോൺവെയർ പൈപ്സിലേക്ക് കണക്ട് ചെയ്യാൻ ട്രാപ്സ് ഉപയോഗിക്കണം. Stoneware pipes are then connected to underground drainage of municipal lines or to the septic tank. ഈ stoneware pipes underground municipality drainage ലേക്കോ അല്ലെങ്കിൽ septic tank ലേക്കോ കണക്ട് ചെയ്തിരിക്കുന്നു.
Electric supply is an essential part of building services. The building should be provided with sufficient points for supply of light, fan and other electric gadgets. Electric supply in building services ഉൾപ്പെടുന്നു. ലൈറ്റ്, ഫാന്, മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ഇലക്ട്രിക് കണക്ഷൻ പോയിന്റ്സ് വീടിനുള്ളിൽ കൊടുക്കണം. Many carpentry works are required for building services. They are in the form of cupboards, showcases, racks, etc. തടിപ്പണികളും ബിൽഡിംഗ് സർവീസസിൽ ഉൾപ്പെടും. കബേർഡ്സ്, ഷോക്കേസസ്, റാക്സ് ആണ് തടിപ്പണികളിൽ വരുന്നത്. ലാസ്റ്റ് ബിൽഡിംഗ് എലമെന്റ് ബിൽഡിംഗ് ഫിനിഷസ് ആണ്. ബിൽഡിംഗ് ഫിനിഷസ് ആർ ഡൺ ടു ഗീവ് പ്രൊട്ടക്ഷൻ ആൻഡ് ഡെക്കറേറ്റീവ് അപ്പിയറൻസ് ഫോർ ദി ബിൽഡിംഗ്. കെട്ടിടത്തിന് സംരക്ഷണം കൊടുക്കുവാനും അതുപോലെ ഭംഗി കൂട്ടുവാനും ബിൽഡിംഗ് ഫിനിഷസ് ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണ് ബിൽഡിംഗ് ഫിനിഷസ് എന്ന് നോക്കാം. പ്ലാസ്റ്ററിംഗ്, പോയിന്റിംഗ്, പെയിന്റിംഗ്, വൈറ്റ് വാഷിംഗ്, കളർ വാഷിംഗ്, ഡിസ്റ്റംബറിംഗ്, വാർണിഷിംഗ്, പോളിഷിംഗ് തുടങ്ങിയവയാണ് ബിൽഡിംഗ് ഫിനിഷസ്. അടുത്തത് പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ഡ്രോയിങ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? Engineering drawing is the language of engineers. Civil drafters work with civil engineers and other industry professionals to prepare drawings for civil engineering projects like bridges, buildings, canals, dams, harbors, roadways, railroads, pipeline, public utility systems, waterworks, etc. എഞ്ചിനീയേഴ്സിന്റെ ലാംഗ്വേജ് ആണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. ഒരു സിവിൽ എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിലെ മറ്റു വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം വിവിധ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സിന്റെ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു സിവിൽ ഡ്രാഫ്റ്റ്സ്മാന്റെ പ്രധാന ജോലി. Purpose of preparing drawing. Drawings provide a language with specific data to architects, engineers and workmen at site. ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഒരു കൺസ്ട്രക്ഷൻ വർക്കിന്റെ സ്പെസിഫിക്കേഷൻസും ഡയമെൻഷൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കെട്ടിടമാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ആ കെട്ടിടത്തിന്റെ ഓരോ ഭാഗത്തിന്റെയും കൃത്യമായ അളവുകളും അത് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസും എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്ന് ലഭിക്കും. ആർക്കിടെക്റ്റും എഞ്ചിനീയേഴ്സും കൺസ്ട്രക്ഷൻ വർക്കേഴ്സും എഞ്ചിനീയറിംഗ് ഡ്രോയിങ് റെഫർ ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. They are prepared as per the requirement of the client. The client will be able to see what is going to be constructed. ക്ലയൻസിന്റെ റിക്വയർമെന്റ്സും നിർദ്ദേശങ്ങളും അടിസ്ഥാനമാക്കിയാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് റെഡ്യൂസ് സ്കെയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്നും ക്ലയന്റിന് കൺസ്ട്രക്ഷൻ വർക്കിന്റെ എല്ലാ ഫീച്ചേഴ്സിനെ കുറിച്ചുമുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ലഭിക്കുന്നു. മൂന്നാമത്തെ പർപ്പസ് നോക്കാം. ഡ്രോയിങ്സ് ആർ എസെൻഷ്യൽ ഫോർ ദി അപ്രൂവൽ ഓഫ് ദി വർക്ക് ഫ്രം ദി സാങ്ഷനിങ് അതോറിറ്റി. ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ആരംഭിക്കുന്നതിന് മുൻപ് ആ വർക്കിന്റെ ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്ത് അപ്രൂവലിന് വേണ്ടി ഗവൺമെന്റ് അതോറിറ്റിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. തുടർന്നുള്ള പരിശോധനകൾക്ക് ശേഷമായിരിക്കും കൺസ്ട്രക്ഷനുള്ള അനുമതി ലഭിക്കുക. അതുകൊണ്ട് ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി പാലിച്ചിരിക്കണം. കൺസ്ട്രക്ഷൻ ഡ്രോയിങ്സ് ആർ നെസസറി ഫോർ എസ്റ്റിമേറ്റിംഗ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദി പ്രോജക്ട്. ഒരു കൺസ്ട്രക്ഷൻ വർക്കിന്റെ ടോട്ടൽ കോസ്റ്റ് കണക്ക് കൂട്ടുവാൻ കൺസ്ട്രക്ഷൻ ഡ്രോയിങ്സ് അത്യാവശ്യമാണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിൽ നിന്നും ലഭിക്കുന്ന ഡയമെൻഷൻസിനെ അടിസ്ഥാനമാക്കിയാണ് കൺസ്ട്രക്ഷൻ വർക്ക്സിന്റെ ഓരോ ഭാഗങ്ങൾ നിർമ്മിക്കുവാൻ ആവശ്യമായ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് എന്നിവ കണക്കുകൂട്ടുന്നത്. Completion plans or built drawings are necessary to get the completion certificate from the respective authority. ഗവൺമെന്റ് അതോറിറ്റിയിൽ നിന്നും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ ബിൽറ്റ് ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യണം. കൺസ്ട്രക്ഷൻ വർക്കിനിടയിൽ സ്പെസിഫിക്കേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കംപ്ലീഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. കംപ്ലീഷൻ പ്ലാൻ അഥവാ ബിൽറ്റ് പ്ലാനിനെ അടിസ്ഥാനമാക്കിയാണ് നികുതി കണക്കുകൂട്ടുന്നത്.